ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചന ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ ധ്യാനചിന്ത. ഈ തിരുവചനത്തിൽ ഈശോ തന്റെ അപ്പസ്തോലന്മാരെ പ്രേക്ഷിത പ്രവർത്തനത്തിനായി അയക്കുകയാണ്. അപ്പോൾ ഈ തിരുവചനത്തിൽ കുറച്ച് കാര്യങ്ങൾ ഈശോ തന്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ എനിക്ക് ആദ്യം അത്ഭുതമാണ് തോന്നിയത്. എന്താണെന്നല്ല, തിരുവചനത്തിൽ പറയുന്നുണ്ട്, വടിയോ സഞ്ചിയോ പണമോ വസ്ത്രമോ ഭക്ഷണമോ ഒന്നും എടുക്കരുത് എന്ന്. മനുഷ്യന് ഏറ്റവും ആവശ്യമായ കാര്യങ്ങളാണ് ഈശോ തൻ്റെ ശിഷ്യന്മാരോട് എടുക്കരുത് എന്ന് പറഞ്ഞത്. നമ്മളിപ്പോൾ എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ, നമ്മളെവിടെ ടൂറ് വല്ലതും പോവുകയാണെങ്കിൽ, എവിടേക്ക് യാത്ര പോവുകയാണെങ്കിലും നമ്മൾ ആവശ്യമായ വസ്ത്രം, ആവശ്യമായ പണം, അതുപോലെ തന്നെ പറ്റുവാണെങ്കിൽ നമ്മൾ ഭക്ഷണമൊക്കെ പാക്ക് ചെയ്ത് ആയിട്ടാണ് നമ്മൾ പോകുന്നത്. ആ സമയത്താണ് ഈശോ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത് ഒന്നും എടുക്കരുത് എന്ന്. അതിനെ ഓർത്ത് അവർക്കൊരു പരാതിയോ ഒരു വിഷമോ ഒരു സങ്കടമോ ഇല്ല. കാരണം എന്താണ്? അവർക്ക് ലഭിച്ചത് അതിനേക്കാൾ വലിയ കാര്യങ്ങളാണ് ലഭിച്ചത്. തിരുവചനത്തിന്റെ തുടക്കത്തിൽ കാണുന്നുണ്ട്, പിശാചുകളെ പുറത്തിറക്കാനും രോഗികൾക്ക് സൗഖ്യം നൽകാനും അതുപോലെ തന്നെ മറ്റുള്ളവരെ അനുഗ്രഹിക്കാനുള്ള കൃപ ഈശോ അവർക്ക് നൽകി. അപ്പോൾ അതിനവർ കൂടുതൽ പ്രാധാന്യം നൽകി. അവർ ആത്മീയ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി. ഭൗതികമായ കാര്യങ്ങൾ അവർ വേണ്ടെന്ന് വെച്ചു. കാരണം എന്നാ, കർത്താവിനെ ഇറങ്ങിക്കഴിഞ്ഞാൽ കർത്താവ് അവർ ഉപേക്ഷിക്കില്ല. അവർക്ക് ഭക്ഷണം ആവശ്യമായി വന്നാൽ കർത്താവ് അവർക്ക് എത്തിച്ചു നൽകും. പണം ആവശ്യമായി വന്നാൽ കർത്താവ് അവർക്ക് പണം എത്തിച്ചു നൽകും. ഇന്നൊരു വിശ്വാസ തീക്ഷ്ണത അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈശ്വര ശിഷ്യന്മാർ ലോകം എങ്ങും പോയി സുവിശേഷം പ്രസംഗിച്ചത്, കർത്താവിനെ എല്ലാവരെയും അറിയിച്ചത്. അപ്പൊ അവർ ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുകയാണ്. എന്താണ് ഈ പ്രേക്ഷിത പ്രവർത്തനം? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങൾ മറ്റുള്ളവരെ പോയി പഠിപ്പിക്കാനാണ് ശിഷ്യന്മാർ ഇറങ്ങി തിരിച്ചത്. കർത്താവ് എന്താണ് നമ്മളെ പഠിപ്പിച്ചത്? ബൈബിളിലൂടെ നമ്മളെല്ലാം കാണുന്നുണ്ട്. കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ, സഹായിക്കാൻ, ക്ഷമിക്കാൻ, ചെറിയ ചെറിയ സഹനങ്ങൾ ഏറ്റെടുക്കാൻ. ഇതാണ് ഈശോ തിരുവചനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. പറയുമ്പോൾ വളരെ സിമ്പിളായ കാര്യങ്ങളാണ്, ഒരു വലിയ കോംപ്ലിക്കേഷനോ ഒന്നുമില്ല. പക്ഷെ അത് പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ്. ഇങ്ങനെ ചെയ്യുന്നവരെല്ലാവരും ഇതെല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ നമ്മളെല്ലാവരും പ്രേക്ഷിതരായി തീരുകയാണ്. ഒരു വൈദികനോ സന്യാസിയോ സന്യാസിനികൾക്കോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പ്രവർത്തനമാണോ പ്രേക്ഷിത പ്രവർത്തനം? അല്ല, ക്രൈസ്തവരായ എല്ലാവരും, നാം എല്ലാവരും കർത്താവിന്റെ പ്രേക്ഷിതരാണ്. ഇതെല്ലാം നമ്മൾ പങ്കുവെക്കുമ്പോൾ സ്നേഹം, സഹനം, ക്ഷമ, സഹായങ്ങൾ ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ കർത്താവിനെ തന്നെയാണ് നമ്മൾ പ്രഘോഷിക്കുന്നത്. പണ്ട് +2 പഠിക്കുന്ന സമയത്ത് ഞാനും എൻ്റെ കൂട്ടുകാരനും പരീക്ഷ കഴിഞ്ഞ് ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയാണ്. ആ സമയത്ത് ഒരു ചേട്ടൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങനെ തല കറങ്ങി വീഴുന്ന കണ്ടു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ ചേട്ടൻ്റെ അടുത്തെത്തി. അപ്പോൾ ആ ചേട്ടൻ ഭക്ഷണം കഴിച്ച 2 ദിവസമായി എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, നമുക്ക് എന്തെങ്കിലും ഭക്ഷണം മേടിച്ച് കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നും വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ലെന്ന് പറഞ്ഞു. എന്നാൽ ആ ചേട്ടൻ ഭക്ഷണം കഴിക്കാതിരിക്കുകയല്ലേ, നമുക്ക് മേടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കയ്യിലുള്ള പൈസയൊക്കെ പിരിവിട്ട് ഞങ്ങൾ ചേട്ടന് ഭക്ഷണം മേടിച്ചു കൊടുത്തു. ആ ചേട്ടൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നോക്കി ഒരു ചിരി ചിരിച്ചു. അപ്പോൾ ആ ചേട്ടന് ഞങ്ങളിൽ ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം, ഒരു ഈശ്വര സാന്നിധ്യം നമുക്ക് കൊടുക്കാനും ആ ചേട്ടനെ കാണാനും സാധിച്ചു. നമ്മൾ ആവശ്യമുള്ളവർക്ക് സഹായിക്കുമ്പോൾ അവർക്ക് നമ്മൾ ദൈവത്തിൻ്റെ സാന്നിധ്യമായി തീരുമ്പോൾ നാം അവരുടെ എല്ലാം പ്രേക്ഷിത പ്രവർത്തനമല്ലേ ചെയ്യുന്നത്. ഈ ചെറിയ ഒരുവിന് സഹായം ചെയ്തപ്പോഴല്ല എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് കർത്താവ് നമ്മോട് പറയുന്നില്ലേ? അപ്പോൾ നമ്മൾ ഇങ്ങനെ എല്ലാവർക്കും ചെയ്യുമ്പോൾ അവരൊരു പ്രേക്ഷിത പ്രവർത്തനമാണ് ചെയ്യുന്നത്. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുക, നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നതിലൂടെ, അതുപോലെ നമ്മുടെ സഹോദരങ്ങളെ, അയൽവാസികളെ, നമുക്ക് പരിചയമില്ലാത്തവരുടെ സ്നേഹിക്കുന്നതും അവരെ സഹായിക്കുന്നതിലൂടെ നമ്മൾ പ്രേക്ഷിത പ്രവർത്തനമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കർത്താവിനെ പ്രഘോഷിക്കുകയാണ്. കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച കർത്താവ് നമ്മൾ ഉപേക്ഷിക്കുകയില്ല. നമുക്ക് പലപ്പോഴും ആ വിശ്വാസ തീക്ഷ്ണത നമുക്ക് നഷ്ടപ്പെട്ടു പോകാനുണ്ട്. കാരണം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മുടെ വിളി കേൾക്കുന്നില്ല എന്ന് നമ്മൾ പറയും. പക്ഷേ കർത്താവ് സമയമാകുമ്പോൾ നമ്മളെ സഹായിക്കും. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. പല രൂപത്തിൽ, പല ഭാവത്തിൽ കർത്താവ് നമുക്ക് സഹായമായി എത്തും. ആ വിശ്വാസ തീക്ഷ്ണത നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് ഉണ്ടാകണം. അങ്ങനെ നമുക്ക് പരീക്ഷിതരായി ഇറങ്ങിത്തിരിച്ച് കർത്താവിനെ നമുക്ക് പ്രഘോഷിക്കാം. എല്ലാവർക്കും നമുക്ക് കർത്താവിനെ പകർന്നു കൊടുക്കാം. അതിന് സർവശക്തനായ ദൈവം നാം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.